ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു 3 ഫേസ് ഡി വി നമ്മുടെ വീട്ടിൽ വെക്കേണ്ട കാര്യമുണ്ടോ, അതായത് 3 ഫേസ് എന്തിനു വേണ്ടിയിട്ടാണ് വെക്കുന്നതെന്ന് കാര്യങ്ങൾ, പിന്നെ അതെങ്ങനെയാണ് കണക്ഷൻസ് കൊണ്ടുവരുന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് ഇതിൻ്റെ വെട്ടിപ്പൊളി കാര്യങ്ങൾ, എങ്ങനെയാണ് 4 ബോക്സ് കാര്യങ്ങളൊക്കെ വെച്ച് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത് നമ്മൾ വെച്ചിരിക്കുന്നത് 3 ഫേസ് ഡി ബി ആണ്. 3 ഫേസ് ഡി ബി ആണ് പുതിയതായിട്ട് നമ്മൾ പറയുന്ന വീടുകളിലെല്ലാം തന്നെ 3 ഫേസ് ഡി ബി വെക്കുന്നതാണ് ഭാവിയിൽ നല്ലത്. കാരണം 2 എ സിക്ക് മുകളിലേക്ക് നമുക്ക് എന്തായാലും ഒരു വീട്ടിൽ ഭാവിയിൽ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് സിംഗിൾ ഫേസിൽ നിന്ന് മാക്സിമം എടുക്കാവുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ 5000 വാട്ടാണ് നമുക്ക് മാക്സിമം എടുക്കാവുന്നത്. 5000 വാട്ടാണ് നമുക്ക് ഒരു സിംഗിൾ ഫേസ് ഡി വിയിൽ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു രണ്ട് എ സിയും പിന്നെ അത്യാവശ്യ കാര്യങ്ങളും പ്ലഗ് കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഈ ലോഡിനേക്കാൾ ഉയർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് 3 ഫേസും സിംഗിൾ ഫേസ് മാറ്റി 3 ഫേസ് മാറ്റേണ്ട അവസ്ഥ എന്ന് പറയുന്നത് വളരെ പ്രശ്നങ്ങളാണ്. കാരണം വർക്കെല്ലാം കഴിഞ്ഞ് നടക്കുന്ന വീടാണെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ ഓൾറെഡി നമ്മൾ 3 ഫേസ് വെക്കുകയാണെങ്കിൽ കണക്ഷൻ എടുക്കുന്ന സമയത്ത് 3 ഫേസ് ഡി ബിയിലാണെങ്കിൽ നമുക്ക് സിംഗിൾ ഫേസ് എടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ എ സി കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ എമൗണ്ട് അടച്ച് അല്ലെങ്കിൽ KSE-ബിയിൽ അപേക്ഷ കൊടുത്ത് നമുക്ക് 3 ഫേസിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ 3 ഫേസ് ഡി ബി ആണ് വെച്ചിരിക്കുന്നത്. 3 ഫേസ് ഡി ബിയും മീറ്റർ ബോക്സും വെച്ചിരിക്കുന്നതിൽ കൂടിയും നമുക്ക് സിംഗിൾ ഫേസിൻ്റെ കണക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാം ചെയ്തിരിക്കുന്ന ഏരിയയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ്. ഇത് നമ്മളുടെ ടി വിയുടെ ഏരിയ. അവിടേക്ക് നമ്മൾ ടി വിയുടെ ഏരിയയിൽ താഴെ ഒരു പ്ലഗ് വരുന്നുണ്ട്, മുകളിൽ ഒരു പ്ലഗ് വരുന്നുണ്ട്. അത് ഇത്രയാണ് ടി വിയുടെ ഏരിയയിൽ വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഡി ബിയിൽ നിന്ന് 4 ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ജംഗ്ഷനുകളും എല്ലാം കൊണ്ടുപോകുന്നത്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, 4 വെച്ചതിന് ശേഷം 4 ബോക്സിൽ നിന്നാണ് ഓരോ സെപ്പറേറ്റ് പൈപ്പുകളാണ് നമ്മുടെ ഓരോ റൂമിലേക്കും അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുന്നത്. ഇതും വളരെ ഉപകാരപ്രദമാണ്. കാരണം 4 വെക്കുകയാണെങ്കിൽ ഈ ബോക്സിലേക്ക് ഇറങ്ങിയിരിക്കുന്ന 4 ബോക്സിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിനെന്താ ഗുണമെന്ന് വെച്ചാൽ ഈ റൂമിലേക്ക് പോയിരിക്കുന്നതും 4 വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വയർ ഒരുപാട് ടൈറ്റ് ആവാതെ, അതായത് ഒട്ടും തന്നെ ഫ്രീ ആയിട്ട് പൈപ്പിനുള്ളിലൂടെ ഫ്രീ ആയിട്ട് തന്നെ വയർ ഇരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഒരുപാട് ടൈറ്റ് ചെയ്ത് വയർ ഇരുന്ന ഇൻഡക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ചൂടാവുകയോ ഏതെങ്കിലും ഒരു വയർ ചൂടാവുകയോ കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ എല്ലാം കൂടി ഒന്നിച്ച് കത്ത് പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ അത്യാവശ്യം പൈപ്പുകൾ ഒരു റൂമിലേക്ക് ഒരു 1 ഇഞ്ച് പൈപ്പ് അല്ലെങ്കിൽ 25 mm പൈപ്പ് വരണം എന്നുള്ള ലെവലിലേക്ക് നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ സർക്യൂട്ട് കാര്യങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് അതിലൂടെ വലിച്ചു കൊണ്ടുപോകാൻ പറ്റും. ഒരിക്കലും അത്യാവശ്യം ലോഡ് വന്ന വയർ ചൂടായാൽ തന്നെ വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാത്ത അവസ്ഥ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുമാത്രമല്ല ഭാവിയിൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു വയറോ കാര്യങ്ങളോ സീലിംഗ് ചെയ്യുന്ന സമയത്ത് വയർ വലിച്ചെടുക്കാനും നമുക്ക് ഈ 4 ബോക്സ് വെച്ചാൽ അത് അഴിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അതിലൂടെ വലിച്ചെടുക്കാൻ സാധിക്കും. അതല്ലാതെ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ജംഗ്ഷൻ സിസ്റ്റം ആണെങ്കിൽ ഒറ്റ പൈപ്പാണ് ഉപയോഗിക്കുന്നത്, 1 അല്ലെങ്കിൽ 2 മാക്സിമം പൈപ്പ്. അത്രയും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ വരുന്ന എല്ലാ സർക്യൂട്ടുകളും അതിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളും ഇൻഡക്ഷനാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതായത് സ്വിച്ച് ഓഫായി കിടന്നാലും ഇൻഡക്ഷൻ നമുക്ക് ജസ്റ്റ് ടെസ്റ്റർ കുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡക്ഷൻ അവിടെ കാണിക്കും. ഈ ഇൻഡക്ഷൻ ചില പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില LED ബൾബുകൾ ഈ ഇൻഡക്ഷനിൽ വർക്ക് ചെയ്യും. അപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്താലും ഈ ഇൻഡക്ഷൻ പിന്നെ നമുക്ക് ആ ഇൻഡക്ഷൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ടൈറ്റ് ചെയ്ത് വയർ വലിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.